ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ബീഫ് ഫ്രൈ റെസിപ്പിയാണ്. ഈ ബീഫ് ഫ്രൈയിൽ നമ്മൾ നെയ്യ് ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. പൊറോട്ടയുടെ കൂടെ ഈ ഒരു ബീഫ് ഫ്രൈ കഴിച്ചു നോക്കണം, വേറെ ലെവലാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു കുക്കറിൽ 1 കിലോ ബീഫ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക്, 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മൂടി അടച്ചു വെച്ച് ആദ്യത്തെ വിസിൽ വരെ ഹൈ ഫ്ലെയിമിലും പിന്നെ 2 വിസിൽ ലോ ഫ്ലെയിമിലും അടിക്കുക. ഓരോ കുക്കറിന്റെയും വേവ് സമയങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. 3 വിസിലിന് ശേഷം തീ ഓഫ് ചെയ്യാം. പക്ഷേ 20 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറക്കാവൂ. ഇപ്പോൾ 20 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മൂടി തുറന്നു വെച്ച് ഹൈ ഫ്ലെയിമിൽ അധികമുള്ള വെള്ളം വറ്റുന്നവരെ ചൂടാക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പിന്നീടുള്ള ഉപയോഗത്തിന് വേണ്ടി മാറ്റിവെക്കാം. ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് 2 സവോള സ്ലൈസ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കുക. 4-5 മിനിറ്റ് മീഡിയം തീയിൽ വഴറ്റുക. സവോള ഒന്ന് സോഫ്റ്റ് ആയി വരണം. ഇനി നേരത്തെ വേവിച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ 6 മിനിറ്റ് നേരം ഫ്രൈ ചെയ്യുക. ഓരോ മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ആറ് മിനിറ്റ് ശേഷം 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് നന്നായി ഇളക്കുക. നെയ്യ് ചേർക്കുന്നത് ഓപ്ഷണൽ ആണ്. നെയ്യ് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. വീണ്ടും 6 മിനിറ്റ് നേരം മീഡിയം തീയിൽ ചൂടാക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ. ഇനി തീ ഓഫ് ചെയ്യാം. നമ്മുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ റെസിപ്പി റെഡി. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ബീഫ് ഒട്ടും ഹാർഡായിരിക്കില്ല. നല്ല രുചിയാണ് കേട്ടോ ഇതുപോലെ ബീഫ് ഫ്രൈ ചെയ്തെടുത്താൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.